ഹായ് നമസ്കാരം. ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് എന്ന് കേൾക്കുമ്പോൾ വല്ലാതെ ഒരു കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് വലിയ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വേർബ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. വേർബ് അതായത് മലയാളത്തിലെ ക്രിയ, അതായത് ഓടുക, റൺ, ചാടുക, ജംപ്, കളിക്കുക, പ്ലേ. ഇതൊക്കെ വെർബ്സിന് എക്സാമ്പിൾ ആണ്. ഈ വെർബ് എന്നുള്ള ഒരു വാക്ക് അത് എല്ലാവർക്കും അറിയാം. ഈ വെർബിന്റെ ഒപ്പം ഒരു പ്രിപ്പോസിഷനോ മറ്റോ, അതായത് വേറെ ഒരു എലിമെന്റ് ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ അത് ഫ്രേസ് ആയി മാറും. അതിനെ ഫ്രേസൽ വെർബ്സ് എന്ന് പറയും. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെർബിന്റെ മീനിങ് ആവില്ല, അതൊരു ഫ്രേസൽ വെർബ് ആവുമ്പോൾ. അപ്പൊ ഇനി നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് വളരെ ഈസി ആയിട്ടൊരു സംഭവമാണ്. എവരുടെ യൂസിന് പലപ്പോഴും നമ്മൾ പല ഫ്രേസൽ വെർബ്സും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഫ്രേസൽ വെർബ്സിനെ പറ്റി ഒരു ഏകദേശ ധാരണ എന്തായാലും ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നും കോമൺ ആയിട്ട് നമ്മൾക്ക് എപ്പോഴും യൂസ് വരുന്നതുമായിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ഫസ്റ്റ് ഫ്രേസൽ വെർബ് കമിൻ. കമിൻ, കം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം, വരിക, അല്ലേ? ഇനി കമിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കുറച്ച് ഡിഫറെന്റ് ആയി. എൻറ്റർ എ പ്ലേസ് എന്നാണ് കമിൻ എന്ന ഒരു ഫ്രേസൽ വെർബിന്റെ മീനിങ്. ഇപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലാണ്, ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മൾ പോയിട്ട് തുറന്നു നോക്കുന്നു. അപ്പൊ എന്താണ്? നമ്മുടെ ഫ്രണ്ടാണ്. ഹായ് ഹായ് കമിൻ, നൈസ് ടു സീ യു. അതായത് കമിൻ, അതായത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വൺ കമോൺ. അതും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് കമോൺ. അത് അതിന്റെ മീനിങ് എൻകറേജ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഓ കമോൺ ലെറ്റ്സ് ഡു ഇറ്റ്. അതായത് നമ്മൾ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ നമ്മളൊന്ന് എൻകറേജ് ചെയ്യുക, അതാണത്. ഓ കമോൺ ലെറ്റ്സ് ഡു ഇറ്റ്, അതാണ് കമോൺ. നെക്സ്റ്റ് വൺ കം ബാക്ക്. കം ബാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് റിട്ടേൺ. യെസ്റ്റർഡേ യു കെയിം ബാക്ക് വെരി ലേറ്റ്. യെസ്റ്റർഡേ യു കെയിം ബാക്ക് വെരി ലേറ്റ്. ഇന്നലെ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്, തിരിച്ചു വന്നത്, എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുന്നത്. കെയിം ബാക്ക്. അപ്പൊ കം ബാക്ക് എന്നുള്ള മീനിങ് റിട്ടേൺ. ഇനി നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ഗോ ഓൺ. ഗോ എന്നതിന്റെ മീനിങ്, ഗോ എന്നതൊരു വെർബാണ്. അതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം, പോകുക. പക്ഷേ ഗോ ഓൺ എന്ന് പറഞ്ഞപ്പോൾ ആകെ മാറി, അതൊരു ഫ്രേസൽ വെർബായി. ഗോ ഓൺ, അതിന്റെ മീനിങ് കണ്ടിന്യൂ. ഗോ ഓൺ ടോക്കിംഗ്. ഗോ ഓൺ ടോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ സംസാരം തുടർന്നോളൂ എന്നാണ്. ഗോ ഓൺ ടോക്കിംഗ്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നാണ് മീനിങ്. അത് ഒരു മീനിങ് മാത്രമാണ്. പിന്നെ വേറൊരു മീനിങ് കൂടിയുണ്ട്, ഹാപ്പൻ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ഹാപ്പൻ, അതായത് സംഭവിക്കുക. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ. ഗോ അപ്പ്. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്. ഇൻക്രീസ് എന്നാണ് മീനിങ്, അതായത് കൂടിക്കൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഗോ അപ്പ്. നമ്മൾ പറയില്ലേ, പ്രൈസസ് ആർ ഗോയിങ് അപ്പ്. പ്രൈസസ് ആർ ഗോയിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ അതിനോട് വളരെ അടുത്ത ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഡൗൺ. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗോ ഡൗൺ. ഗോ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക, അതായത് താഴത്തേക്ക് വരിക. പ്രൈസസ് ആർ ഗോയിങ് ഡൗൺ. ഇനി നെക്സ്റ്റ് ഫ്രേസൽ വെർബ് കോൾ ബാക്ക്. കോൾ ബാക്ക്, അതായത് കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. കോൾ ബാക്ക് എന്ന് പറയുമ്പോൾ മീനിങ് മാറി. സാധാരണ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേക്കാണ് അത് യൂസ് ചെയ്യണത്. ഓക്കെ, അതായത് റിട്ടേൺ എ ഫോൺ കോൾ എന്നുള്ളതിന്റെ മീനിങ്. ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ. ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ, അതായത് ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം എന്നാണ് ഇതിന് അർത്ഥം. ഇനി നെക്സ്റ്റ് വൺ കാം ഡൗൺ. ഒരുപാട് യൂസ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണത്, കാം ഡൗൺ. കാം ഡൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് റിലാക്സ്. കാം ഡൗൺ ആൻഡ് ടെൽ us വാട്ട്സ് ഗോയിങ് ഓൺ. ഓക്കെ, ശാന്തമായി ഇരിക്കൂ, എന്നിട്ട് പറയൂ എന്താണ് സംഭവിച്ചതെന്ന്. വാട്ട്സ് ഗോയിങ് ഓൺ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയൂ. കാം ഡൗൺ ആൻഡ് ടെൽ us വാട്ട്സ് ഗോയിങ് ഓൺ.
ഓക്കെ, അപ്പൊ ഇത്രയും, അതായത് കുറച്ച് ഫ്രേസൽ വെർബ്സ് ഇന്ന് പഠിച്ചില്ലേ? ഓക്കെ, ഇതൊക്കെ പഠിക്കുക. ബൈ.